ഇന്ന് നമ്മൾ ശ്രമിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 1, 18 മുതൽ ഉള്ള തിരുവചന ഭാഗങ്ങളാണ്. ആദ്യ അച്ഛനെ ഒന്ന് വായിക്കാം. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ വചനത്തിൽ നിന്ന് 2 വചനഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമായിട്ടും ധ്യാനിക്കാനായിട്ട് എടുക്കുന്നത്. ഒന്നാമത്തെ വചനം ഇങ്ങനെയാണ്: ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 1. രണ്ടാമതായിട്ട്, അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ആദ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ ഓർക്കുക, വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ മനസമ്മതം കഴിഞ്ഞ് കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോഴാണ് അറിയുന്നത് കെട്ടാനിരിക്കുന്ന സ്ത്രീ ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥയും ബുദ്ധിമുട്ടും എത്രയോ വലുതായിരിക്കുമെന്ന് ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാവുന്നതും ഊഹിക്കാവുന്നതുമേ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ജോസഫ് എന്ന മനുഷ്യൻ ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക വ്യഥ, മാനസിക സംഘർഷം എത്രയോ വലുതായിരിക്കും. എന്നാൽ ഓർക്കുക, ഇത്രയൊക്കെ ആയിട്ടും ജോസഫിനെ കുറിച്ച് പറയുന്നത് നീതിമാനായതുകൊണ്ട് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല, മാത്രം അതുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒന്നാമതായി ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മനക്ഷോഭമില്ലാതെ അതിനെ നേരിടാനായി പഠിക്കുക. ഒരു പ്രാവശ്യമോടെ പറയാം, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും മനക്ഷോഭമില്ലാതെ, എടുത്തുചാട്ടമില്ലാതെ, വികാരത്തിന്റെ പുറത്തല്ലാതെ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുക. ഇത് സാധിക്കണമെങ്കിൽ യോസേപ്പിതാവിനെ കണ്ടുപഠിച്ചാൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യോസേപ്പിതാവിനെ കണ്ടുപഠിച്ചാൽ മതി. എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്ര വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചപ്പോഴും പ്രതിസന്ധി ഉണ്ടായപ്പോഴും അദ്ദേഹം അതിനെ എങ്ങനെ തരണം ചെയ്തു, എങ്ങനെയാണ് തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതും ചെയ്തതും എന്നൊക്കെ വിശുദ്ധ യോസേപ്പിതാവിനെ നോക്കി ഒന്ന് പഠിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മളൊക്കെ വലിയ പ്രതിസന്ധികളെ അപ്രതീക്ഷിതമായി ചിലപ്പോൾ നേരിടും. അതിനെ തരണം ചെയ്യാനായി സാധിക്കുക എന്നുള്ളത് വിശുദ്ധ യോസേപ്പിതാവിനോടും പരിശുദ്ധ മാതാവിനോടും നിരന്തരം പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പൊ ആ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണമെന്നോ, വിശുദ്ധ യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കണം, യോസേപ്പിതാവെ, അങ്ങയുടെ മനസ്സ് അതുപോലെ ഞങ്ങൾക്ക് ഒരു മനസ്സ് തരണമേ എന്ന്. ഏത് പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധികളും ഉണ്ടായാലും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവയൊക്കെ ശാന്തമായി നേരിടാൻ, ഫേസ് ചെയ്യാൻ അതിനുള്ള കൃപ തരണമേ എന്ന് യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ യോസേപ്പിതാവ് ഇത്രയും വലിയൊരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എത്രയോ ശാന്തമായിട്ടാണ് അതിനെ അഭിമുഖീകരിച്ചതെന്നും കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നും. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതിസന്ധികളിൽ
തരണം ചെയ്യാൻ, അവയെ അതിജീവിക്കാൻ വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുക, വിവേകത്തോടെ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കെന്ന് പറയാം നമുക്ക്. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ പ്രശ്നം, നമുക്ക് ഉണ്ടാകുന്ന തകർച്ചയാകട്ടെ, വിഷമങ്ങളാകട്ടെ, വലിയ ബുദ്ധിമുട്ടുകളാകട്ടെ, ഇനി സൗഹൃദ ബന്ധങ്ങൾ ഒക്കെ അറ്റുപോകുന്നതാകട്ടെ, എല്ലാവരോടും ശത്രുത, എല്ലാവരും ശത്രുത കാണിക്കുന്നതാകട്ടെ, കാരണം ഇതാണ്: വികാരപരമായി ചിന്തിക്കുന്നു, വികാരപരമായി സംസാരിക്കുന്നു, വികാരപരമായി തീരുമാനിക്കുന്നു. വിവേകത്തെ വികാരം കീഴടക്കുന്നു പലപ്പോഴും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ജീവിതത്തിൽ നികത്താൻ പറ്റാത്ത നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒത്തിരിയേറെ ആളുകളുണ്ട്. വിശുദ്ധ യൗസേപ്പിതാവിനെ നോക്കണം, യൗസേപ്പിതാവിനെ നോക്കി പഠിക്കണം. ഇത്രയേറെ കടലിരമ്പുന്നത് പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും എത്ര വിവേകത്തോടെയാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്ന വിധം എന്ന്. അതൊന്ന്. ഇനി അതിന്റെ രണ്ടാമത്തെ, അതിനോട് ചേർന്ന് നിൽക്കുന്നത് എന്താണ്? ഇങ്ങനെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചത് എങ്ങനെയാ? മറിയത്തെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ, മറ്റുള്ളവരുടെ മുന്നിൽ തീർക്കാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒക്കെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചത് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? യൗസേപ്പ് തന്റെ ഉറക്കത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു. ഇവിടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഒരു വലിയ പ്രശ്നം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാല് ഉടനെ കർത്താവിന്റെ പക്കലേക്ക് തിരിയണം, ഈശോയുടെ പക്കലേക്ക് തിരിയാൻ പറ്റണം. യൗസേപ്പിതാവ് ഗാഢമായി ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടതല്ല ഇത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥന ലൈനിലുള്ള ഏതെങ്കിലും ഒരു വീട്ടുകാര് ഇന്ന് ഉച്ചയ്ക്ക് അറിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെ ഉച്ചയ്ക്ക് അറിഞ്ഞു നാളെ വീട് ഒഴിഞ്ഞു കൊടുക്കണം, ഇന്ന് ബോധം കെട്ട് കിടന്നുറങ്ങുവോ? ഉറങ്ങില്ല. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങാൻ പറ്റില്ല. നാളെ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, കൊടുക്കണം എന്ന് പറഞ്ഞാല് ഉറങ്ങാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ ഓർക്കുക, അപ്പോ യൗസേപ്പിതാവിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം ഗാഢമായി ഉറങ്ങി. ഉറക്കത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടു എന്നുള്ളതിനേക്കാൾ ഉപരി ആ വചനത്തിന്റെ വ്യാഖ്യാനവും ആ വചനം മനസ്സിലാക്കേണ്ടതും ഇങ്ങനെയാണ്: രാത്രി മുഴുവനും ഒരുപോലെ കണ്ണടയ്ക്കാതെ അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വിശുദ്ധ യൗസേപ്പിതാവിന്റെ പക്കൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇതിനോട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പക്വതയോടെ വിവേകത്തോടെ ഫേസ് ചെയ്യാനായിട്ട്, അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ കർത്താവിന്റെ പക്കലേക്ക് തിരിയണം, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഉറക്കെന്ന് പറയാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ? എത്ര പേർക്ക് പറ്റും? അങ്ങനെ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ആരും തളർന്നും തകർന്നും പോയിട്ടുമില്ല. പക്ഷേ ഇന്നിതാ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ തകർച്ചയോ കടബാധയോ വല്ലതും ഉണ്ടാകുമ്പോഴത്തേനും ഉടനെ നമ്മൾ തിരിയുന്നതും ചിലര് പറയും, ഓ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല, ഇനിയിപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്.
കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈശോ പറഞ്ഞു, ആകാശവും ഭൂമിയും കടന്നുപോയാലും എന്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കില്ല. ആ കർത്താവ് തന്നെയാണ് പറഞ്ഞത്, ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്ന് ലഭിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെ ആയി പോവില്ല, പാഴ്വേലയായി പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. സ്വരമുയർത്തി എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ഈ വചനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. ആരാ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവദൂതനാണ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. അല്ലാതെ തിന്മ പറഞ്ഞു കൊടുക്കാനോ കാപട്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ ക്രൂരമായി പെരുമാറിക്കോ എന്ന് പറയാനോ ഏതെങ്കിലും തിന്മയുടെ ഉപദേശങ്ങളല്ല യൗസേപ്പ് പിതാവിന് ലഭിക്കുന്നത്. കാരണം അദ്ദേഹം ആലോചന ചോദിച്ചത് കർത്താവിനോടാണ്. അവിടെയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം. നമ്മൾ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ തരണം ചെയ്യാനായിട്ട്, തീരുമാനം എടുക്കാനായിട്ട് ആലോചന ചോദിക്കുന്നത് പലപ്പോഴും മനുഷ്യരോടാണ്. ഇനി അവരിൽ പലരുമാകട്ടെ തിന്മയായിട്ടുള്ളത് പറഞ്ഞു തരും, തിന്മയായിട്ടുള്ളത് ഉപദേശിച്ചു തരും, തിന്മയായിട്ടുള്ള വിധത്തിൽ പെരുമാറണമെന്ന് നിർബന്ധിക്കും. അപ്പം നമ്മൾ ആലോചന ചോദിക്കേണ്ടത് ആത്യന്തികമായി കർത്താവിനോടാണ്. അതാണ് പ്രിയപ്പെട്ടവരെ യൗസേപ്പ് പിതാവ് ജീവിതത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ്, നീതിമാനായ യൗസേപ്പ് പിതാവ് എന്നൊക്കെ അറിയപ്പെടുകയും നമ്മൾ ഇത്രയേറെ ഭക്തിയോടുകൂടി ആ മഹാവിശുദ്ധനെ ആദരിക്കുന്നതും വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നതും കുടുംബത്തിന്റെ ഒക്കെ നാഥനായി തീരുന്ന വിധത്തിൽ നമ്മൾ ആദരിക്കുന്നതിന്റെ കാരണം ഇതാണ്. യൗസേപ്പ് പിതാവ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനും ഏത് പ്രശ്നങ്ങളിലും ഉചിതമായ തീരുമാനമെടുക്കുവാനും ആലോചന ചോദിച്ചത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. ഉറക്കെന്ന് പറയാം നമുക്ക് ഹല്ലേലൂയ. അപ്പം നമ്മള് ജീവിതത്തിൽ ഏത് ചെറിയ പ്രശ്നമാകട്ടെ എത്ര വലിയ പ്രശ്നമാകട്ടെ ആലോചന ചോദിക്കേണ്ടത് കർത്താവിശംശയോടാണ്, വേറെ ആരോടുമല്ല. എല്ലാവരും ചേർന്ന് ഉറക്കെന്ന് പറയാം നമുക്ക് ഹല്ലേലൂയ. അങ്ങനെ ഈശോയോട് ആലോചന ചോദിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റിയിട്ടില്ല. അങ്ങനെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ചരിത്രം ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിലും ഇല്ല. കർത്താവ് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ പ്രവർത്തിച്ചു, അത് തെറ്റായിപ്പോയി എന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിന്റെ നിർണായകമായ കാലഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് ആത്യന്തികമായി കർത്താവിനോട് ആലോചിച്ച് വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട്. ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട് വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ആരാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇങ്ങനെ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ കാര്യം, യൗസേപ്പിനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അഭിസംബോധന ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു വചനഭാഗമാണ്. എങ്ങനെയാണ് യൗസേപ്പിനെ മാലാഖ അഭിസംബോധന ചെയ്തതെന്ന്? എങ്ങനെയാ അഭിസംബോധന ചെയ്തത്? ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്നാണ്. ദാവീദിന്റെ പുത്രനായ ജോസഫ്. അങ്ങനെയാകുമ്പം ജോസഫിന്റെ അപ്പനാണ് ദാവീദ്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, വംശാവലി ഗ്രന്ഥത്തിൽ കാണുന്നത്. കൃത്യമായിട്ട് മനോഹരമായി ലോജിക്കലായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവസാനം വരെ. അങ്ങനെ ദാവീദിന്റെ വംശത്തിൽ ഈശോ പിറന്നു എന്ന് കാണിച്ചുകൊണ്ട്. അതുകൊണ്ട് ദാവീദ് ജോസഫിന്റെ അപ്പനായിട്ട് വരും. നേരിട്ട് അപ്പൻ എന്ന് പറഞ്ഞാൽ ദാവീദിൻ, നേരിട്ടെന്ന് പറഞ്ഞാൽ അപ്പന്റെ അപ്പൻ, ആ തലമുറയിലെ ഒരു അപ്പാപ്പൻ. അപ്പൊ അതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടത്? ഇവിടെ നമ്മൾ ധ്യാനിക്കുന്ന കാര്യം ഇതാണ്. എന്തുകൊണ്ടായിരിക്കും
മാലാക ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം എന്താണെന്നോ? വളരെ ലളിതമായ വിധത്തിൽ അതിന്റെ ദൈവശാസ്ത്ര വിശദീകരണം ധ്യാനത്തോടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കാരണം ഇതാണ്. ജോസഫിനെ ഈ വലിയൊരു തീരുമാനം എടുക്കാനായിട്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വലിയ തീരുമാനം എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള ആ പ്രശ്നത്തെ ലഘൂകരിപ്പിച്ച് അങ്ങനെ മറിയത്തെ സ്വീകരിക്കാൻ യോഗ്യമായ വിധത്തിൽ യൗസേപ്പിന്റെ മനസ്സിനെ ഒരുക്കി യൗസേപ്പിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാലാക ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന് വിളിച്ചത്. അപ്പോ ഉടനെ നമ്മൾ മനസ്സിലാക്കണം ആരാണ് ദാവീദ് എന്ന്. അപ്പൊ ഈ ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന് മാലാക വിളിച്ചപ്പോൾ തന്നെ എന്തൊക്കെ മാലാക മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നോ ജോസഫിനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്നറിയാവോ? ഒന്ന്, നിന്റെ അപ്പൻ ദാവീദ് ഉണ്ടല്ലോ, നിസാരക്കാരനല്ല. നമ്മൾ പറയല്ലേ അവനൊരു പുലിയാകട്ടോന്ന്. നമ്മൾ ചിലപ്പോ കൂട്ടുകാരെ കുറിച്ച് ചെറുപ്പക്കാര്, ഞാനൊന്നും പറയാറില്ല, വയസ്സായി പിള്ളേര് പറയും ഓഫ് അവനൊരു പുലിയാട്ടോ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന വിധത്തില് ദാവീദിനെ കുറിച്ച് മാലാക പറഞ്ഞു, നിന്റെ അപ്പൻ ദാവീദ് ഉണ്ടല്ലോ, നിസാര പുള്ളിയൊന്നുമല്ല, നിസാരക്കാരനൊന്നല്ല. ദൈവത്താൽ വെറും 12 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ദാവീദ്. മാത്രമല്ല പ്രത്യേകമായി രാജാവായി ഇത്ര ചെറുപ്പത്തിലെ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ദാവീദ്, നിന്റെ അപ്പൻ. ഇനി മാത്രമല്ല, മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ദാവീദ് അനിതര സാധാരണ ധൈര്യശാലിയായിരുന്നു. ജോസഫെ, നിന്റെ അപ്പൻ ദാവീദ് ഉണ്ടല്ലോ, പേടിത്തൊണ്ടെന്നല്ല, അസാമാന്യ ധൈര്യമുള്ള ആളായിരുന്നു. ആ ധൈര്യം ആദ്യമായിട്ട് ദാവീദ് എവിടെയാ പ്രകടിപ്പിച്ചത്? മഹാമേരു പോലെ മല പോലെ വന്ന ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് ചെല്ലുക എന്നുള്ളത് തന്നെ നിസാര കാര്യമല്ല. കൊന്നു എന്നതിനേക്കാൾ ഉപരി അതിനായിട്ടൊന്ന് മനസ്സൊരുക്കണമെങ്കിൽ, ആ മനുഷ്യന്റെ മുഖത്തോട്ട് നോക്കണമെങ്കിൽ, അങ്ങോട്ട് ചെല്ലണമെങ്കിൽ തന്നെ നിസാരമല്ല. കാല് മുട്ടുകൂട്ടിയിടിക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ഒരുവിധക്കാർക്കൊക്കെ. എല്ലാവരും പേടിച്ചു. അപ്പോ ജോസഫിനോട് മാലാക പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യം ഇതാണ്, നിന്റെ അപ്പൻ ദാവീദ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ധൈര്യശാലികളിൽ ഒരാളായിരുന്നു. ഗോലിയാത്തിനെ കൊല്ലാൻ ഏറ്റവും ചെറുപ്പത്തിലെ തന്നെ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന ആള്. നാലാമതായിട്ട് ഗുണസവിശേഷത ജോസഫിനെ മാലാക ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഈ ദാവീദ് ഉണ്ടല്ലോ, പൂർണ്ണമായും നിന്റെ അപ്പൻ ദാവീദ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ആളാണ്. ഉറക്കെന്ന് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. മാത്രമല്ല ദൈവത്തെ 100% അനുസരിച്ചു. ജീവിതത്തിൽ ഒരു ചെറിയ വീഴ്ച വന്നപ്പോഴത്തേനും, തെറ്റ് സംഭവിച്ചപ്പോഴത്തേനും അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് അവൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് അവൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ജോസഫെ, നീ ഓർക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരപ്പന്റെ മകനാണ് നീ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആരെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തരുമ്പോഴത്തേനും ഇതുപോലെ നമ്മുടെ അപ്പനെ കുറിച്ച് ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മളോടൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അയ്യോ എന്നെ കൊണ്ട് വയ്യേ എന്ന് പറയുവോ? പറയല. നമ്മൾ 100% സമ്മതിക്കും, ഓ ഇങ്ങനെയൊക്കെയുള്ള അപ്പന്റെ മകനാണ് ഞാനെങ്കിൽ ഈ ഒരു നിസ്സാര കാര്യം ചെയ്യാൻ എനിക്ക് പറ്റും. കാരണം എന്റെ അപ്പന്റെ അഭിമാനം കളഞ്ഞു കുളിക്കാൻ ഞാൻ തയ്യാറല്ല. ജോസഫ് സമ്മതിച്ചു. അതായത്
മാലാഖയുടെ അഭിസംബോധനയിൽ, നമ്മുടെ തനി നാടൻ ഭാഷയിൽ പറഞ്ഞാല് മാലാഖയുടെ അഭിസംബോധനയിൽ ജോസഫ് മൂക്കുകുത്തി വീണു. ഉറക്കെന്ന് പറയാം ഹല്ലേലൂയ. ഒരുമയെത്തി പറയാം ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് ഇത്രയും വലിയ ദൗത്യം, ഗർഭിണിയായ സ്ത്രീയെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ഈ മാലാഖ യൗസേപ്പ് പിതാവിന്റെ പൂർവ്വചരിത്രങ്ങൾ, കുലമഹിമകൾ, അപ്പന്റെ ധീരത, അപ്പന്റെ വിശ്വാസ്യത, അപ്പന്റെ അനുസരണം, അപ്പന്റെ സമർപ്പണം, അപ്പന്റെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഗണ സവിശേഷതകൾ ഒക്കെ പറഞ്ഞപ്പം ഇനി ഇങ്ങനെയുള്ളൊരു മകൻ അപ്പന് പേരുദോഷം വരുത്തരുത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, എന്നോടും നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. ഈ വംശാവലിയിൽപ്പെട്ട ഇന്നത്തെ തലമുറക്കാര് നമ്മളാണെങ്കിൽ, നമ്മുടെ അപ്പനാണ് യൗസേപ്പ് പിതാവ്, അതിന്റെ അപ്പനാണ് ദാവീദ് അപ്പാപ്പൻ, നമ്മുടെ അപ്പാപ്പൻ. അപ്പൊ ഇനി തൊട്ട് സങ്കീർത്തനത്തിൽ ദാവീദ് ദാവീദ് എന്ന് കാണുന്നിടത്തൊക്കെ എന്റെ അപ്പാപ്പ എന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചോട്ടോ, അതൊരു തെറ്റുമില്ല. ശരിയാണ്. വംശാവലിയിൽ വായിച്ചു വരുമ്പോൾ ഇതാ നമ്മൾ ആ വംശാവലിയിലെ ഇന്നത്തെ തലമുറയാണ്. അപ്പൊ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെ അപ്പനായിട്ടും ദാവീദ് അപ്പാപ്പനായിട്ടും വരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള തലമുറയിൽപ്പെട്ട നമ്മള് കർത്താവിനെ ധീരതയോടെ അനുഗമിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. വരുത്തിയാൽ നമ്മുടെ അപ്പനും നമ്മുടെ അപ്പാപ്പനും, ആരാവര്? യൗസേപ്പും ദാവീദും. അപ്പൊ നമ്മുടെ അപ്പനും നമ്മുടെ അപ്പാപ്പനും പേരുദോഷം വരും. അത് കുറച്ചിലാണ്. കാരണം അവരൊക്കെ ഇത്രയും ധീരമായ വിധത്തിൽ തീരുമാനങ്ങൾ എടുത്ത് ജീവിച്ചുവെങ്കിൽ അവരുടെയൊക്കെ ധൈര്യത്തിന്റെ ഒരംശമെങ്കിലും, ഒരു പൂത്തിരിയെങ്കിലും, ഒരു തിരിയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ധൈര്യത്തോടുകൂടി കർത്താവിനെ വിളിക്കാനും കർത്താവിനെ അനുഗമിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് അപ്പന്റെ മക്കൾ അപ്പന്റെ സ്വഭാവം കാണിക്കണം. അപ്പന്റെ മക്കൾ അപ്പന്റെ സ്വഭാവം കാണിക്കണം. അതിനായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവായ നമ്മുടെ അപ്പനും അപ്പാപ്പനായ ദാവീദും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ തുറന്നു പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മാതാപിതാക്കളെ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ, പരിശുദ്ധ മറിയത്തെ പോലെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് തീരുമാനമെടുക്കുന്നവരാക്കി തീർപ്പായിട്ട് വരുത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ, കൂദാശകളുടെ ശക്തിയാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ കർത്താവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. കൊച്ചുകുട്ടികളെയും വിദ്യാർത്ഥിനികളെയും യുവതിയുവാക്കളെയും എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.